നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുൻപ് നമ്മളൊരു FSA എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനെ കുറിച്ച് പഠിച്ചിരുന്നു. ഒരു സൈറ്റാണ് ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അതുണ്ടെങ്കിൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു. ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണത്. അതുപോലെ മറ്റൊരു ആപ്ലിക്കേഷനാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത്. ഇറ്റലിയിലെ ജനവ സവോണയ്ക്ക് ഉൾപ്പെട്ട ലിഗൂരിയ എന്ന് പറയുന്ന റീജിയനിലുള്ളവർക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ബെനിഫിറ്റ് ലഭിക്കുക. ഇതുപോലെ ഓരോ റീജിയനുകൾക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷനിൽ കാണാം. നിങ്ങളുടെ റീജിയൻ്റെ ആപ്ലിക്കേഷൻ ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഉപകാരപ്പെടും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പലർക്കും അറിവില്ല. എന്നാൽ വളരെ ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ. പേര് സലൂത്തെ സിംപ്ലെക്സ് എന്നാണ്. ലിഗൂരിയ എന്ന് പറയുന്ന റീജിയൻ ഇറക്കിയിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആദ്യം അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മുടെ സ്പിഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ കാർത്തികത്തെ ഇലക്ട്രോണിക് വെച്ച് ഉള്ളിൽ കയറുക. എന്നിട്ട് ബയോമെട്രിക്സ് ഓൺ ആക്കിയിട്ട് ഇതുപോലെ വരും. നമ്മൾ ഫിംഗർ പ്രിൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ FSA കുറിച്ച് പഠിച്ചിരുന്നു. അതായത് ഫർഷിക്കുലർ സാനിറ്ററി ഇലക്ട്രോണിക്കിനെ കുറിച്ചിട്ട് അതുവഴിയായിട്ട് ഒത്തിരി ഗുണങ്ങളുണ്ടെന്നുള്ളതും നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു. അതിനകത്ത് നമ്മൾ മുമ്പ് ഇത് ടെസ്റ്റ് റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നതാണ്. ഇറ്റലിയിൽ എല്ലായിടത്തും ഫർഷിക്കുലർ സാനിറ്ററിയോ ഇലക്ട്രോണിക്കോ ഉള്ളതാണ്. ഓരോ റീജിയനും പ്രത്യേകം ആണെങ്കിൽ പോലും അത് എല്ലായിടത്തും ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അത് കണ്ടോളൂ. വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷനുകളിലേക്ക് വരാം. ഇത് ഹോം പേജിൽ വരുന്ന കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഡോക്യുമെന്റ് ദെൽ ഫർഷിക്കോളോ എന്നുള്ള സെക്ഷനിൽ നമുക്ക് ആദ്യം തന്നെ കടന്നു നോക്കാം. ഇപ്പോൾ ഡോക്യുമെന്റ് ദെൽ ഫർഷിക്കോളോ ഇതിനുള്ളിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഡോക്യുമെന്റ് ക്ലിനിഷി നമുക്ക് ഈ ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് കിട്ടും. അതിനുള്ളിൽ നമ്മളിപ്പോൾ കയറി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാനും സാധിക്കും. ഇതിപ്പോൾ ഏറ്റവും അവസാനത്തെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് മാറ്റി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ എന്നുള്ളതോ അല്ലെങ്കിൽ ഈ കാണുന്ന മാതിരി ഏറ്റവും അവസാനത്തെ 3 മാസത്തെയോ അല്ലെങ്കിൽ 6 മാസത്തെയൊക്കെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ ഉപകാരപ്രദമായ ഒന്നാണിത്. ഇതിൻ്റെ ഉള്ളിലെ രണ്ടാമത്തെ സെക്ഷനാണ് പ്രിസ്ക്രിപ്ഷൻ എന്നുള്ളത്. ഇതിനകത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ വല്ല ഡോക്ടർ വല്ല പ്രിസ്ക്രിപ്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നിലവിൽ ഏറ്റവും അവസാനത്തെ എനിക്കില്ല. നമുക്ക് അവസാനത്തെ 6 മാസത്തിൽ നമുക്കൊന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ 6 മാസത്തെ എടുത്തു കഴിഞ്ഞപ്പോൾ മുമ്പ് നടന്ന പ്രിസ്ക്രിപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇതിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ലിഗൂരിയ റീജിയനിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ലിഗൂരിയയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ഈ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങളിപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ റിസൾട്ട് ഇതിൻ്റെ ഉള്ളിൽ വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പിൻ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെയില്ല. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വന്ന് കിടപ്പുണ്ടാവും. 30 ദിവസം കഴിഞ്ഞാൽ മറ്റിനകത്ത് പോയെങ്കിലും ഇതിനകത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പഴയ റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ കയറി കാണാനായിട്ടും വായിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ എളുപ്പമാണ്. അതുപോലെ സ്പെഷ്യലിസ്റ്റ് വിസിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് കിടക്കും. വളരെ നല്ലൊരു കാര്യമാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്ന് നിങ്ങൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നുള്ളൂ. ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോവാം. അടുത്ത സെക്ഷൻ എസെൻസിയോണി പെർ റേദിത്തോ എന്നുള്ളതാണ്. എസെൻസിയോണി പെർ റേദിത്തോ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വരുമാനം കുറവുള്ളവർക്ക് ഇവിടെ ടിക്കറ്റ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഇവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പ്രത്യേക രീതിയിലാണ്. അടിയന്തര കാര്യങ്ങളൊക്കെ ഇവിടെ ഫ്രീ ആണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഫാമിലി ഡോക്ടറൊക്കെ ഫ്രീ ആണെന്നുള്ളത് അറിയാം. നിങ്ങളിവിടെ റെസിഡൻ്റായിട്ട് കാര്യമുള്ളവർക്കാണെങ്കിലാണ് ഇതൊക്കെ ഫ്രീ ആയിട്ടുള്ളതെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റ് വിസിറ്റുകളോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചില ടിക്കറ്റിന് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പൈസ നമുക്ക് ഒഴിവാക്കാനായിട്ട് ചില കാറ്റഗറികളുള്ളവർക്ക് സാധിക്കും. അതായത് സോഷ്യൽ പെൻഷൻ ഉള്ളവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് അത് മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ വരുമാനം കുറവുള്ളവർക്കും അതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഡിസ്കോപ്പാത്തുള്ളവർ വരുമാനം കുറവുള്ളവർക്കും ചെറിയ ഇത് പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് 36,000 ചിലാണ്. കൃത്യമായിട്ട് ഓരോ തവണ ചെറിയ മാറ്റങ്ങളുണ്ടാവും. അതിൽ താഴെയാണെങ്കിൽ വരുമാനം എന്നുണ്ടെങ്കിൽ പൈസയല്ല പറയുന്നത്, വരുമാനമാണ്. അതായത് പിതാവിൻ്റെയും മാതാവിൻ്റെയും ശമ്പളം കൂട്ടിയിട്ടുള്ള തുകയാണ് പറയുന്നത്. അതിൽ താഴെയാണെങ്കിൽ കുട്ടികൾക്ക് ഫ്രീ ആണ്. എല്ലാ ടിക്കറ്റിൻ്റെ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. അപ്പോൾ അത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അറിയാനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ 70 വയസ്സിന് മുകളിലുള്ളവർക്കൊക്കെ ഇതുപോലുള്ള ഒത്തിരി ഇതുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ, അതായത് റേദിത്വമായിട്ട് ബന്ധപ്പെട്ട എസെൻസിയോണി, അതായത് E01, അതായത് ഇറ്റാലിയിൽ പറഞ്ഞ A01 എന്ന് പറയുന്ന എസെൻസിയോണിയുടെ കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. എസെൻസിയോണി പല ടൈപ്പുണ്ട്. അതൊക്കെ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അപേക്ഷിക്കാനോ അല്ലെങ്കിൽ പുതുക്കാനോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നടക്കുന്നതാണ്. ഇനി അടുത്ത സെക്ഷനാണ് ഈ പറയുന്ന ഇൽത്തുവോ മേദിക്കോ എന്ന് പറയുന്നത്. ഇൽത്തുവോ മേദിക്കോ എന്നുള്ളത് നമ്മുടെ ഫാമിലി ഡോക്ടറെ കുറിച്ചുള്ള വിവരങ്ങളാണ്. അപ്പോൾ അതിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്.
നമ്മൾ ഫസ്റ്റ് സാനിറ്ററി എത്ര മണിക്കൂർ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിനകത്തും ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴിയായിട്ട് നമ്മുടെ ഫാമിലി ഡോക്ടറിനെ നമുക്ക് മാറ്റി വേറൊരു ഡോക്ടറിനെ എടുക്കാൻ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ആദ്യം വരുന്നത്. അതിനകത്ത് ഈ കാണുന്ന ആപ്രി എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ മാറ്റാനുള്ള ഓപ്ഷൻ നമുക്ക് ലഭിക്കും. ഇനി അതിൻ്റെ തന്നെ മറ്റൊരു സെക്ഷൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. സ്താംബ ലിബ്രത്തോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് തേസറിനെത്തായി കൂടാതെ തന്നെ ഇവിടെ ഒരു പേപ്പറിൽ നമ്മുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് വരില്ലേ, ആ ഒരു കാര്യമാണ് സ്താംബ ലിബ്രത്തോ എന്നുള്ളത്. അപ്പോൾ ആ ലിബ്രത്തോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ സെക്ഷനിലാണ് ത്രോവൽ മേത്തിക്കോ. നമുക്കൊരു ഡോക്ടറെ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഇതിനുള്ളിൽ തന്നെയുണ്ട്. നമുക്ക് അതെടുത്ത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഏത് ആസലിലാണ് ഡോക്ടർ, ഏത് ടൈപ്പ് ഡോക്ടറാണ്, അതായത് ഇപ്പോൾ സാധാ ഡോക്ടറാണോ അല്ലെങ്കിൽ പെഡിയാട്രിയാണോ, കുട്ടികളുടെ ഡോക്ടർ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണെന്നുള്ളത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ വേണമെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വീട്ടുപേര് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എടുത്ത് നോക്കാം. അപ്പോൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പ്രണോത്തോ പ്രവേങ്കോ എന്നുള്ളതാണ്. അപ്പോൾ ഈ സെക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്യാമ്പയിൻ നടക്കുന്നുണ്ടെങ്കിൽ, അതായത് വാക്സിനായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ ക്യാമ്പയിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്കൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ സ്ക്രീനിങ് നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് മുകളിലത്തെ ഇതിനകത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. നിലവിൽ സ്ക്രീനിങ് കോളൺ റെത്തോ എന്നുള്ള ഒരു കമ്പാനി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫോ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. പൈസയുണ്ടോ, ഫ്രീ, ഇപ്പോൾ ഇവിടെ ഉണ്ട് ഫ്രീ ആണെന്നുള്ളത് എഴുതിയിട്ടുണ്ട്. 2 വർഷം കൂടുമ്പോൾ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിന് 50 വയസ്സിന് 69 വയസ്സുള്ളവരൊക്കെയാണ് അവർക്ക് ലെറ്റർ വീട്ടിലേക്ക് വരും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ മമ്മോഗ്രാഫി ചെയ്യുന്നതിൻ്റെയും അല്ലെങ്കിൽ പാപ്പ് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ നിങ്ങൾക്ക് വീട്ടിലേക്കൊക്കെ ലെറ്ററുകൾ വരും. അതുകൂടാതെ തന്നെ ഇതുപോലുള്ള സ്ഥലങ്ങൾ കയറിയിട്ട് എക്സ്ട്രാ ചില സമയത്ത് വരുന്ന ക്യാമ്പയിനുകളിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഈ ഒരു സെക്ഷൻ നിങ്ങളെ സഹായിക്കും. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്തതെന്നുള്ളത് പ്രണോത്തോ സലൂത്ത് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇതിനകത്ത്. അത് എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ അതിനകത്ത് നമ്മൾ കിടന്നു കഴിയുമ്പോൾ ആദ്യത്തിനകത്ത് വരുന്നത് അപ്പുന്തമെൻറ്റി എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്ന അപ്പോയിൻമെൻറ്റുകൾ, അതായത് നമ്മൾ ഭാവിയിലുള്ള സ്പെഷ്യലിസ്റ്റിൻ്റെ വിസിറ്റുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റിനുള്ള അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് റിച്ചേർത്ത് വാങ്ങിയ ശേഷം നിങ്ങൾ ഫാർമസിയിലാണ് ബുക്ക് ചെയ്തെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഇവിടെ വരും. നമുക്കിവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനുള്ളിൽ നമുക്ക് ഇനി വരാനിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് എന്താണെന്നുള്ളത് അത് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എനിക്ക് ജൂൺ 12 ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്, അത് എവിടെയാണ് എന്തെന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അത് കൂടാതെ തന്നെ ഇതിനകത്ത് ഇവിടെ ഒരു ജസ്തീഷ്യ എന്നുള്ള ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഡേറ്റ് ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യുകയൊക്കെ ചെയ്യാനായിട്ടുള്ള അവസരം അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അത് ഒരു വളരെ നല്ലൊരു ഇതാണ്. ഇതിന് പുറമേ ആയിട്ട് ഈ മുകളിൽ കാണുന്ന ഈ സ്ഥലത്ത് നിൽക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പസാത്തി എന്നുള്ളത്, ഇത് മുമ്പ് ചെയ്തിരിക്കുന്ന എല്ലാവിധ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെയായിരുന്നു എന്തൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി നമുക്ക് ബാക്ക് വീണ്ടും പോവാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ സെക്ഷനുണ്ട് പ്രണോത്തോ സലൂത്തെ എന്നുള്ളത്. ഇത് വളരെ ഏറ്റവും മികച്ച ഒന്നാണ്. എന്ത് മെഡിക്കൽ വിസിറ്റ് ആണെങ്കിലും നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈവൻ നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് സമയം സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റിൻ്റെ എന്തെങ്കിലും വിസിറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ ബുക്ക് ചെയ്യാനായിട്ടുള്ള വളരെ എളുപ്പത്തിൽ സാധിക്കും. നമ്മുടെ കോച്ച് ഫീസ് കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ള നമ്മുടെ റെസിപ്റ്റിൻ്റെ നമ്പർ മാത്രം കൊടുത്താൽ മാത്രം മതി. ഈ കാണുന്ന സ്ഥലത്ത് നമ്മുടെ റെസിപ്റ്റ് നമ്പർ, ഡോക്ടർ തരുന്ന റെസിപ്റ്റ് നമ്പർ കൊടുത്തിട്ട് ഈ കാണുന്ന സ്ഥലത്ത് ടിക്കും കൊടുത്തിട്ട് താഴത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്, ഏതൊക്കെ ഹോസ്പിറ്റൽ ഏതൊക്കെ സമയത്താണ് ഫ്രീ ആയിട്ടുള്ളത്, ആ സമയത്ത് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ല ഒരു ഓപ്ഷനാണ്. നമ്മൾ സാധാരണ മിക്കവരും തന്നെ കണ്ടിരിക്കുന്നത് ഫാർമസി പോയോ അല്ലെങ്കിൽ ഡോക്ടർ തന്നെ ബുക്ക് ചെയ്തോ അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഇങ്ങനെ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് പുതിയ ഡേറ്റിലേക്ക് മാറ്റാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നമുക്ക് സഹായിക്കുന്നതാണ്. നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പ്രണോത്തോ സ്ഥലത്ത് കഴിഞ്ഞിട്ട് പ്രണോത്തോ വച്ചീനോ എന്നുള്ളതാണ്. അതായത് വാക്സിൻ ബുക്ക് ചെയ്യുന്ന സെക്ഷനാണ്. വാക്സിൻ ബുക്ക് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാക്സിനുകളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് തരും. അത് ആൻറ്റി ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ കോവിഡ് 19 എന്നൊക്കെ പറഞ്ഞിട്ട് പലതരം ഇതുണ്ട്. അതിൻ്റെ ക്യാമ്പയിൻ ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ താഴത്ത് വായിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഏറ്റവും അടിയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എവിടേക്കാണ് വാക്സിൻ സെൻറ്റർ എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. കുട്ടികളുടെയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കുറച്ചും കൂടി താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തായിട്ട് നമ്മുടെ കോച്ച് ഫീസ് അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ നൽകുക. നമ്മുടെ തെരഞ്ഞെടുത്ത അവസാനത്തെ 5 അക്ക നമ്പറോടെയും കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ ടിക്കും കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയല പ്രത്യക്ഷമുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാക്സിനുകൾ ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതും വളരെ നല്ല മികച്ച ഒരു ഓപ്ഷനാണ് ഇതിനകത്തുള്ളത്. ഇനി നമ്മുടെ അടുത്ത സെക്ഷനായിട്ടുള്ളത് PS ലൈവ് എന്നുള്ളതാണ്. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്
ഇവിടുത്തെ ഉള്ള പ്രോന്തോസോക്കോർസ്, അതായത് കാഷ്വാലിറ്റികൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണുള്ളത്, എവിടെയൊക്കെയാണ് ഇപ്പോഴത്തെ നിലവിലെ വെയിറ്റിംഗ് ടൈം എങ്ങനെയാണ്, എത്ര പേര് വെയിറ്റിങ്ങിലുണ്ട്, എത്ര പേര് എന്തൊക്കെ കോഡുകളുണ്ടുണ്ട്, അതൊക്കെയാണ് നമ്മളിപ്പോൾ ഇനിയും നോക്കാൻ വേണ്ടി പോകുന്നത്. ലിഗൂരിയ എന്ന് പറയുന്ന ഈ റീജിയനിലെ ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കിട്ടത്തുള്ളൂ. മറ്റു ഓരോ റീജിയനുകൾക്കും ഇതുപോലുള്ള ആപ്ലിക്കേഷനുകളുണ്ട്, അല്ലെങ്കിൽ പ്രോന്തോസോക്കോർസുകളുണ്ട്, അതായത് കാഷ്വാലിറ്റിയിലുള്ള വെയിറ്റിംഗ് ടൈമൊക്കെ അറിയാനുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പോൾ അതെന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പെട്ടെന്നൊരു അസുഖം വന്ന് നമുക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റലിൽ പോകണം, അങ്ങനെയുള്ള അവസരങ്ങളിൽ എവിടെയാണ് തിരക്ക് കുറവുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ സ്പേസ് സൂം ചെയ്യാണ്. അതിൽ തന്നെ ജനവ എന്നുള്ള സ്ഥലത്തേക്ക് വരാണ്. ജനവയിൽ പ്രധാനപ്പെട്ട 4 ഹോസ്പിറ്റൽ, അതായത് കുട്ടികളുടെ ഉള്ള ഗസ്ലിനിയും മറ്റു 3 ഹോസ്പിറ്റലും, അതായത് ഗല്ലിയാര, സാൻ മാർട്ടിനോ, വില്ലസ് കാസി എന്നുള്ളതാണ് ഈ കാണുന്നത്. പിന്നെ മറ്റു ചെറിയ പ്രോന്തോസോക്കോർസുകളുണ്ട്, വോൾത്തറിലും ഇവാഞ്ചലിക്കുണ്ട്, അതുപോലെ തന്നെ മിക്കോണി എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്പിറ്റലുണ്ട്, പോന്തദേശിമിലും ഗള്ളിയിലുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ ചിലയിടത്ത് രാവിലെ 8 മുതൽ വൈകുന്നേരം 8 മണി വരെയാണ്. എന്നാൽ നമ്മൾ ടൗണിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 ഹോസ്പിറ്റലാണ് പ്രധാനമായിട്ടുള്ളത്. അതിലിപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം, എത്ര പേര് വെയിറ്റിംഗ് ടൈമിലൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. ഈ പച്ച കാണുന്നത് ഏറ്റവും കുറഞ്ഞ വെയിറ്റിംഗ് ടൈമാണ്, എന്നാൽ ഈ മഞ്ഞ കാണുന്നത് വെയിറ്റിംഗ് ടൈം കൂടുതലാണ്. അപ്പോൾ നമുക്ക് മഞ്ഞ ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അത് വില്ലസ് കാസി എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വില്ലസ് കാസിൽ എത്ര പേരുണ്ട് വെയിറ്റിംഗ് ടൈം എന്ന് അറിയാനായിട്ട് ഈ താഴത്ത് ഇവിടെ എലങ്കോ എന്നുള്ളതും കാണാൻ പറ്റും, ഡാഷ്ബോർഡ് എന്നുള്ളത് കാണാൻ പറ്റും. നമ്മൾ എലങ്കോ എന്നുള്ളത് എടുത്ത് നോക്കാൻ വേണ്ടി പോവുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താലും മതി. നമ്മൾ എലങ്കോയിൽ വയ്ക്കുന്നതിന് ഇതിനകത്ത് പല ഹോസ്പിറ്റലുകളുടെ പേരുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു റീജിയനിലുള്ള ഞാൻ വില്ലസ് കാസിയാണ് ഈ കാണിക്കുന്നത്. വില്ലസ് കാസിൻ്റെ ഉള്ളിൽ എത്ര പേരുണ്ട് എങ്ങനെയാണ് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡാഷ്ബോർഡിൽ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് അതിൻ്റെ കളർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഗല്ലിയര, അതുപോലെ സാൻ മാർട്ടിനോ, ഇത് കാണാൻ നമ്മൾ വില്ലസ് കാസി ഇതാണ് കാണുന്നതാണ്. വില്ലസ് കാസിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിയുമ്പോൾ വില്ലസ് കാസിൽ ഇപ്പോൾ നിലവിൽ 10 പേരാണ് വെയിറ്റിങ്ങിലുള്ളത്. 61 പേരെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ കാഷ്വാലിറ്റിയിലെ കണക്കാണ് ഈ പറയുന്നത്. അതിൽ തന്നെ നമുക്ക് താഴത്തായിട്ട് റെഡിൽ എത്ര പേരുണ്ട്, ഓറഞ്ചിൽ എത്ര പേരുണ്ട്, അതുപോലെ തന്നെ ബ്ലൂവിൽ എത്ര പേരുണ്ട്, ഗ്രീനിൽ എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതെന്തൊക്കെയാണ് ഈ കളറുകളെന്നുള്ളത് നിങ്ങൾക്ക് അത് മറ്റൊരു വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ വൈറ്റ് കളറിൽ എത്ര പേരുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. അതുപോലെ ഹോസ്പിറ്റൽ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി പോരാനായിട്ട് സാധിക്കും. അത് പലർക്കും അതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ സമയം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് വെയിറ്റിങ്ങിൽ ഇരിക്കാനായിട്ട് ഇടവരേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ ലിസ്റ്റ് നോക്കി ആദ്യം തന്നെ പോവുക. അതായത് ഏറ്റവും വെയിറ്റിംഗ് ടൈം കുറവുള്ള സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലായല്ലോ. പ്രോന്തോസോക്കോർസുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. പലതരം മിക്ക പ്രോന്തോസോക്കോർസുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്തത് റെഫെർത്തി എന്നുള്ള സെക്ഷനാണ്. ഇത് മറ്റൊന്നുമല്ല, നമ്മൾ എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു പിന്നും അതുപോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഒരു ഇത് തരും. അതിനകത്തേക്കുള്ള ഒരു ലിങ്ക് മാത്രമാണ് ഇതിനുള്ളിലുള്ളത്. അത് ഇപ്പോൾ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വരാം, അതുപോലെ തന്നെ ലബോറട്ടറിയുടെയും വരാം. ഈ രണ്ടിൻ്റെയും നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണിത്. അത് കയറി കഴിഞ്ഞാൽ നമ്മൾ പാസ്വേഡൊക്കെ കൊടുത്ത് അതിനകത്ത് തന്നിരിക്കുന്ന പാസ്വേഡൊക്കെ കൊടുത്ത് വേണം ഡൗൺലോഡ് ചെയ്യാനായിട്ട്. ഇതല്ലാതെ തന്നെ ഇതിനകത്ത് ആദ്യം കാണിച്ചിരുന്ന സെക്ഷനിൽ നമുക്ക് ഇതെല്ലാം വരുന്നതാണ്. അതുകൊണ്ട് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് നേരിട്ട് കയറി എടുക്കേണ്ടവർക്ക് ഈ ഒരു സെക്ഷൻ വഴി എടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ട് റിച്ചേത്തകളാണ്. നമുക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാവിധ റിച്ചേത്തകളും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ കേസിലുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് ഓരോരുത്തരുടെയും നമുക്ക് എന്തൊക്കെ റിച്ചേത്തകളാണ് ഡോക്ടർ തന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിനകത്ത് കയറി കിട്ടും. സർജറി ട്രാക്കർ എന്ന് പറയുന്നത് നമുക്ക് സർജറിക്കായിട്ട് അപ്പോയിൻമെൻറ്റിൻ്റെ വെയിറ്റിങ്ങിലൊക്കെ നിൽക്കുന്നവരുടെ ഡീറ്റെയിൽസ് ആണ്. നിലവിൽ സാൻ മാർട്ടിനോ ആണ് കൂടുതലായിട്ടുള്ളത്. നോക്കട്ടെ, വേറെ ബാക്കിയുള്ള ഹോസ്പിറ്റലിലേക്ക് വരുന്നതേ ഉള്ളൂ. സാൻ മാർട്ടിനോയുടെ ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. അങ്ങനെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ കാര്യങ്ങൾ നമുക്കിവിടെ അറിയാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ താഴത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തേസസ് സാനിറ്റാരിയ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേസസ് സാനിറ്റാരിയ ഡീറ്റെയിൽസ് ഒക്കെ അതിനകത്ത് വരുന്നത്. ഇൻ കേസ് എന്തെങ്കിലും കാര്യത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് അതിലുള്ള ഫുൾ ഡീറ്റെയിൽസും നമുക്ക് അതിനകത്ത് ലഭിക്കുന്നതാണ്. ഇനി ഏറ്റവും അവസാനമായിട്ടുള്ളത് ത്രോ ഓഫ് ഡിഫിബ്രിലേറ്റർ എന്നുള്ളതാണ്. നമുക്ക് നിലവിൽ എവിടെയൊക്കെയാണ് ഡിഫിബ്രിലേറ്റർ ഉള്ളത് എന്നുള്ളതാണ് ഇതുവഴി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇറ്റലിയിൽ പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ, പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, സ്കൂളുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ 4 ആൾ കൂടുന്ന മിക്ക സ്ഥലങ്ങളിലും നമുക്ക് ഇത്തരം ഡിഫിബ്രിലേറ്ററുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് എവിടെയാണ്, ഏറ്റവും അടുത്ത് എവിടെയാണെന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. എന്തെങ്കിലും കാരണത്താൽ ഹാർട്ടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും പേഷ്യൻ്റെ കാണുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഇത് പെർമിഷനൊന്നും ഇല്ലാത്തവർ, അതിൻ്റെ കോഴ്സുകൾ ചെയ്യാത്തവർ
ചെന്തതോതിശയായിട്ട് 112 എന്നുള്ളതാണ് ഇറ്റലിയുടെ നമ്പർ, എമർജൻസി നമ്പർ. അതിനകത്ത് കോൺടാക്ട് ചെയ്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ആ നമ്പർ 112 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റലിയിൽ താമസിക്കുമ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും, എന്ത് എമർജൻസി ഉണ്ടെങ്കിലും, അത് ഏത് ടൈപ്പ് എമർജൻസി ആണെങ്കിലും, അത് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടതല്ല, മറ്റെന്ത് അപകടമോ മറ്റെന്ത് കാര്യങ്ങളുണ്ടായാലും, എന്തെങ്കിലും ഫയർഫോഴ്സിന് ആവശ്യമുണ്ടെങ്കിലും ഒക്കെ 112 എന്ന നമ്പറാണ് ഇറ്റലിയിൽ ആവശ്യമായിട്ട് വരിക. അത് യൂറോപ്പിൽ മൊത്തം 112 രീതിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറ്റലിയിൽ വർഷങ്ങൾക്ക് മുമ്പേ അങ്ങനെ മാറ്റിയിരുന്ന ഒറ്റ നമ്പറാണ്. അന്നത്തേക്ക് വിളിച്ച കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ കാര്യങ്ങൾ അവർ ചെയ്യും. ഇപ്പോൾ ആംബുലൻസ് വേണ്ടടുത്ത് ആംബുലൻസോ, ഫയർഫോഴ്സ് വേണ്ടടുത്ത് ഫയർഫോഴ്സോ, പോലീസോ വേണ്ടടുത്ത് പോലീസോ അവരെത്തുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ വളരെ മികച്ചൊരു ആപ്ലിക്കേഷനാണ്, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു ഭാഗത്ത് ജീവിക്കുന്നവർ, അതായത് ലിഗൂരിയ റീജിയനിൽ താമസിക്കുന്നവർക്ക് എന്തായാലും വളരെ ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെയായിരിക്കും ഇത്. നല്ല ഉപകാരപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. പലരും ചെയ്ത് കൊടുക്കാറുണ്ട്, എന്നാൽ ചിലർ സ്ഥിരമായിട്ട് ചെയ്യാറില്ല. അപ്പോൾ ചെയ്യുന്നവർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടണമെങ്കിൽ കേട്ടെ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.